പൊന്തിച്ചു വെക്കണോ? വേണ്ട ഇങ്ങനെ മണ്ണിലേക്ക് വേണ്ട. നമ്മൾ കാപ്പി കൃഷിക്ക് 4 തവണ വെള്ളം മതി. അതായത് ഒന്ന് പൂക്കാൻ ജനുവരി കുറച്ച് നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തോളി വെട്ടിയാണ്. എന്നിട്ട് ബാക്കി ഒന്ന് അകലം കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റെമ്പ് ഇങ്ങനത്തെ എടുത്ത് ഇതിന് പാകമുള്ള സ്റ്റെമ്പാണ് എടുത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെയിലി രാവിലെ ഇവിടെ വന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് പിടിച്ചു നോക്കും, എങ്ങനെയുണ്ട്, കായുണ്ടോ. പെപ്കോ പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു കാപ്പി കൃഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാപ്പി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കർഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തോട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഒരിക്കലും ഒരു തൈച്ചെടിയിൽ നിന്ന് നമുക്ക് ഇത്രയും ഈൽഡ് ഒരു 2 വർഷം കൊണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തൈച്ചെടിയിലാണെങ്കിൽ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് ഇയറിൽ കൂടുതൽ വിളവ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ കർഷകരോട് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ കാപ്പി വെള്ളം ആവശ്യമുള്ള ഒരു കൃഷിയാണ് കാപ്പി കൃഷി. അപ്പോൾ എത്ര തവണ കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഇത് ഏറ്റവും മുകൾ ഭാഗമാണ് നമ്മൾ ഇറങ്ങിയത്. ഇതാണ് ഈ പ്രാവശ്യം ഞാൻ വെച്ച തൈകൾ. നാടൻ തൈ അടുത്ത വർഷം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇപ്രാവശ്യം തൈ വെച്ചിട്ടു. ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് മുളച്ച് വരുന്നതാണ്, സ്വന്തമായിട്ട് ചെയ്ത് അല്ലേ. ഇതും നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത്ര പോലെ ചെറിയ കമ്പിലാണ് ചെയ്തിരിക്കുന്നത്. വന്നിട്ടുണ്ട്. അത് മോമാല് ഇത് ഇപ്പൊ നമ്മള് ഇനിയിപ്പോ വളച്ചു വരണോ? ഇത് ഇച്ചിരി കൂടി കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ഇത് 3 ഉണ്ട്. ആയിക്കോട്ടെ, ഇതിന്റെ കുറച്ച് നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തോളി വെട്ടിയാണ്. എന്നിട്ട് ബാക്കി ഒന്ന് അകലം കൊടുത്തിട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇത് കെട്ടിയിട്ടുണ്ട്, ലേശം ലൂസാക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വളച്ചു വേണം. ഇതിങ്ങനെ കാപ്പി ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? അതിൽ കൂടെ അടന്നു പോകും. ചെറിയ കമ്പായ കൊണ്ട് അല്ല, ചെറിയ കമ്പല്ല ഇതിന് പറ്റുന്നത്. നമ്മളുടെ ഈ ഇറ്റല് ഇത് പഴയ ഇതിലല്ല നമ്മള് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റും ഈ ഇത് വരുമ്പോ അടഞ്ഞു പോകും. അപ്പൊ അത് കാരണം ഞാനിവിടെ കമ്പിയെല്ലാം ചെറിയൊരു കമ്പി കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ എൻ്റെ തോട്ടം എപ്പോഴും അതേപോലെ തന്നെ നോക്കുന്നുണ്ട്. ഡെയിലി രാവിലെ ഇവിടെ വന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് പിടിച്ചു നോക്കും, എങ്ങനെയുണ്ട്, കായുണ്ടോ. ഇത്ര വലിയ കുറ്റിയാണ്. അപ്പൊ അതില് മറ്റേ നാടൻ തൈ കൊണ്ടെന്ന് വെച്ചു. അപ്പൊ അത് കഴിഞ്ഞ മുമ്പത്തെ വർഷം വെച്ചാ. അപ്പൊ അത് പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തു. ഇത്ര പോകുന്ന തൈയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം. എത്ര വർഷം പഴക്കമുള്ളതിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ ഇങ്ങനെ ഇവിടെ കുത്തിയടിച്ച് ഇങ്ങനെ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ദിവസമാക്കി കെട്ടിയിട്ട് അത് കുത്തിയടിച്ചിട്ടാണ് ഇന്നും രാവിലെ വന്നിട്ട് ഓരോന്നും കണക്ട് ചെയ്തോന്നൊക്കെ. ഇതാവട്ടെ നമ്മൾ ചെയ്തു കൊടുത്ത തോട്ടമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണാൻ ഇതുണ്ടോ, ഓരോ ചെടിയും പഴയത് മുറിച്ച് കളഞ്ഞപ്പോഴുള്ള വ്യത്യസ്ത രീതിയാണ്. ഇത് കണ്ടോ, കാപ്പി അടഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇതാണ് കാപ്പി. ഇതിലായിട്ട് അങ്ങനെ വരണം. ഇതിലേക്ക് വരുന്ന ഇത് 2 വർഷം കൊണ്ടാട്ടോ അങ്ങനെ ആയിരുന്നു. 2 വർഷം കൊണ്ട്. ഇതാ കാപ്പീൻ്റെ ഇത് കാണണമെങ്കിൽ നമുക്ക് കാപ്പി കൃഷിക്ക് 4 തവണ വെള്ളം മതി. അതായത് ഒന്ന് പൂക്കാൻ ജനുവരി മാസം 15 കൂടി ഇതിന് പിന്നെ കാപ്പിയേറി കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ച വിട്ടിട്ട് കഴിഞ്ഞാൽ നനയ്ക്കണം. നനച്ച് കഴിഞ്ഞിട്ട് അടുത്ത പൂ കരിയുമ്പോഴത്തേനും ഒരു നന, പിന്നെ നമ്മൾ അടുത്ത വളം കൊടുക്കുമ്പോഴത്തേനും ഒരു നന, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു നനം കൂടി മതി. പിന്നെ ഇത് ഒന്ന് അരിമ്പാകുമ്പോഴത്തേനും ഒന്ന് മതി. 4 തവണ മതി. പിന്നെ അങ്ങനെ പിന്നെ കാറ്റ് കൊണ്ട് വികസിച്ച ശരി.
ഇതുണ്ടോ നമ്മൾ ഇതൊക്കെ കളവാത്രേ. എന്ത് കളവാണ് ഇത് ഒറിജിനലാണോ നിങ്ങൾ ശരിക്കും നോക്കിക്കോളി. കാപ്പി കർഷകൻ രക്ഷപ്പെടണമെങ്കിൽ ഇതേപോലെയാണ് കാപ്പി ഉണ്ടാവും. അതായത് ഈ ഒരു സ്റ്റമ്പ് ഏകദേശം നമുക്ക് 5 മീറ്ററോളം വരണം. അപ്പോൾ നമുക്ക് നിന്ന് പറിക്കാൻ പാകത്തില്ല, മുകളിലോട്ട് വിടും ചെയ്യാം. ഇത് ഇതെങ്ങനെ ഒന്ന് ചെരിച്ച് വയ്യവിടെ കുറ്റി അടിച്ചിട്ട് ഒന്ന് ചെരിച്ച് കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്ട്രാ വരും കമ്പ്, ഇതേപോലത്തെ അടുപ്പിച്ചുള്ള കമ്പ് കാപ്പി കഴിക്കാനുള്ള. അതും നിർത്തം 2-3 നിർത്തിയിട്ട് ഇങ്ങോട്ടേ വരുന്നതിൽ പിന്നെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ കണ്ട പോലെ അവിടെ കണ്ടതില്ലേ. പിന്നെ ഇത് അപ്പോൾ ഈ ചെടി മൂത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിരിപിരിന്ന് ഇല വരിക. ഈ വലിപ്പം ഉണ്ടാവില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ചെറുതാവും. ഇതെങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കാപ്പീൻ്റെ ഇതിപ്പോൾ 1 കിലോനെ ഒരു 1/2 കിലോ കൂട്ടിക്കോളൂ പഴുത്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ ഇഷ്ടം പണിയാ. ഇങ്ങനെ എണ്ണിയൊക്കെ എത്ര കിലോ വരും? ഈ 4 ഭാഗത്തുള്ള അപ്പോൾ എത്ര കിലോ വരും? അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മണികൾ കൂടും. ഇപ്പം ചേട്ടായി ഒന്നും കൂടി ശ്രമിക്കായിരുന്നു, മണികൾ കൂടുമായിരുന്നു. ചേട്ടാ കാപ്പി ചേട്ടായി ചെയ്താണ്. ഇതാണ്ടോ ചേട്ടായി പഠിച്ച് ചെയ്താണ്. എത്ര കുഞ്ഞതിൽ തന്നെ നമുക്ക് കാപ്പിയായി കണ്ടോ. അതാ വണ്ടർ. ഇതിന് പാകമുള്ള സ്റ്റമ്പാണ് എടുത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചട്ടാൻ പോലെ ഇങ്ങനെ ചെത്തിയിട്ട് ഇതിനകത്ത് ഇറക്കുക. ഇതിനകത്ത് ഇങ്ങനെ ഇറക്കുക. ഇങ്ങനെ വെക്കണം. ഒരു സൈഡ് ചേർന്ന് ഇരിക്കണം. ഇങ്ങനെ ഒരു സൈഡ് ചേർന്നിരിക്കുക. ചേർന്ന് വെച്ചതിന് ശേഷം നമ്മളിതങ്ങനെ ബെഡിങ് ടാപ്പ് കൊണ്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ ആദ്യം നന്നായി ഒരു മീഡിയം സൈസ് ചെയ്തിട്ട് പിന്നെ നല്ല ടൈറ്റാക്കിയിട്ട് ഇതേപോലെ ചുറ്റി ഇങ്ങനെ വയ്ക്കും. ചേട്ടായി 30 റുപ്യേൻ്റെ കാപ്പിയിൽ കിട്ടുക. ചേട്ടായി നോക്കി ശരി തന്നെയാണ്. ചേട്ടായി ഇങ്ങനെ ആത്മാർത്ഥം നോക്കുകയാണ്. ചേട്ടായി ഒരു ഫോട്ടോ ഇതിന്റെ 505. അതിന് കളർ വ്യത്യാസമുണ്ട്, നല്ല ഒഴുപ്പുണ്ട്. ഇതില് ഈ 2 എണ്ണം കൂടെ മാറ്റി കഴിഞ്ഞാൽ ഇത് 2 എണ്ണം നമുക്ക് വെട്ട് ചെയ്യാം. ഇതിൽ തന്നെ ചെയ്യാം. അതിൽ തന്നെ ചെയ്യാം. ഇതിന്റെ കൂമ്പെടുത്തിട്ട് ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷം. എപ്പോഴും തോട്ടത്തിലേക്ക് എന്നും വന്ന് നോക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും ഇവിടെ വന്ന് പശുവിനൊക്കെ കെട്ടിക്കഴിഞ്ഞ് വന്ന് കണ്ടതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ പറ്റുള്ളൂ. ഇത് ഈ നാടൻ കാപ്പിന്റെ ആണോ? അത് നിങ്ങൾ പഴയ ചെടിയാണ്. പഴയ ചെടിന്റെ അല്ലേ? അതിനെ മുറിച്ച് കളയണം. അത് പഴയ ചെടിയാ. അത് കാരണം ഞാൻ സംശയം വെച്ചാണ് ഞാനിത് ഇതാക്കിയത്. മറ്റൊരു നല്ലതാ. അത് ഈ പഴയ നമ്മുടെ സെലക്ഷൻ കാപ്പിയാ. പണ്ടത്തെ മക്കളെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാനിത് ചെയ്തതോടുകൂടി ഈ അയൽവാസികളെല്ലാവരും ഇപ്പൊ കാപ്പി നോക്കില്ല. വേറെ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ വളച്ചു വിടാമല്ലോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് വേണ്ട. ഇത് ചേട്ടാ ഇത് കട്ടൊക്കെ ഉണ്ടല്ലേ വരുന്നത്, ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇതൊന്നും എടുത്ത് കളയണ്ട. ഇതൊക്കെ കാപ്പി വായിക്കും. അല്ല ഇത് നമ്മള് ഇതിപ്പോ അതല്ല കട്ടണ്ടി, ഇതാണ് കട്ടണ്ടി. ഇത് വരുന്നത് ഇത് കെട്ടണ്ട. ഇങ്ങനെ പൊന്തിച്ചു നോക്കണോ? വേണ്ട, ഇങ്ങനെ മണ്ണിലേക്ക് വേണ്ട. ഇത് എത്ര അകലത്തിലാണ് കാപ്പി നടേണ്ടത്? ഇത് എത്ര വെച്ചത്? ഇത് 8 8 8 8 ആണ്.
8 അടി. തെക്കടി ആഴത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിൽ അന്ന് സെലക്ഷൻ കാപ്പിയായിരുന്നു വെച്ചിരുന്നത്. അതിൽ തികച്ചും മരങ്ങളായിരുന്നു. അതെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ കാപ്പിയെല്ലാം കുറേ പോയി. അപ്പോൾ അന്നേരം പിന്നെ അങ്ങനെയാണ് മോമാലി ഇങ്ങനെ അവിടെ ബെഡ് ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് മോമാലിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം തോട്ടം ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എനിക്ക് ചെയ്തു വളരെ ഭംഗിയായി എല്ലാ ദിവസവും നല്ല. അത് തന്നെയല്ല ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒന്ന് വന്നിട്ട് ഒന്ന് പോകുമ്പോഴാണ് നമുക്ക് എവിടെ പോകാൻ ഈ ഭാഗത്തൊന്ന് വെച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി പെപ്കോ ഓഫ് ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.